ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2024-25 വിശ്വാസ പരിശീലന വർഷം 2ാം സെമസ്റ്റർ 7, 8, 9 ക്ലാസ്സുകളിലെ സാധ്യതാ പൊതുചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം 1. എല്ലാ സാധ്യതകളും അവസാനിച്ചുവെന്ന് തോന്നുമ്പോഴും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന തിരിച്ചറിവിന്റെ പ്രകാശത്തിലേക്കാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം നമ്മെ വഴി നടത്തുന്നത്. നിങ്ങളുടെ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും വിശദമാക്കുക. ചോദ്യം 2. വിശുദ്ധ കുർബാനയിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറാമെന്നതിന്റെ ആധുനിക സാക്ഷ്യമാണല്ലോ കാർലോസ് അക്വിറ്റീസ്. നിങ്ങളുടെ സമപ്രായക്കാരനായ ഈ വാഴ്ത്തപ്പെട്ടവൻ എങ്ങനെയെല്ലാം നിങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് നവമാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് എപ്രകാരം വിശ്വാസത്തിന്റെ സാക്ഷ്യം നൽകാമെന്നും വിശദമാക്കുക. ചോദ്യം 3. പ്രാർത്ഥനയിൽ വളരാം എന്നതാണല്ലോ ഈ വിശ്വാസ പരിശീലന വർഷത്തിന്റെ ആപ്തവാക്യം. ഈ വർഷം വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നിങ്ങൾ സ്വന്തമാക്കിയ ശ്രദ്ധേയമായ ബോധ്യങ്ങൾ ഏതെല്ലാമാണ്? ചോദ്യം 4. ഇടയ്ക്കിടെയുള്ള കുമ്പസാരത്തിലൂടെയും അനുദിന ദിവ്യബലിയിലൂടെയും ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ വളരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കൗമാരക്കാരായ നിങ്ങളുടെ നല്ല ജീവിതത്തെ തളർത്തുന്ന കാര്യങ്ങൾ ഏവയെന്നും പ്രാർത്ഥനയിലൂടെ ഒരു പോസിറ്റീവ് വൈബിൽ നിങ്ങൾക്ക് എങ്ങനെ വളരാൻ കഴിയുമെന്നും വിവരിക്കുക. ചോദ്യം 5. കുട്ടികൾ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നത് ഇന്ന് വർദ്ധിച്ചു വരികയാണല്ലോ. എന്തൊക്കെ ചൂഷണങ്ങളാണ് കുട്ടികൾ നേരിടുന്നത്? നിങ്ങളുടെ സുഹൃത്ത് ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ ഇരയായാൽ അതിൽ നിന്ന് ആ സുഹൃത്തിനെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും? ചോദ്യം 6. നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടാൻ അനുവർത്തിക്കുന്ന മാർഗങ്ങൾ വിശദീകരിക്കുക. ക്രൈസ്തവർ എന്ന നിലയിൽ സംസാരം, പ്രവൃത്തി, നോട്ടം ഇവ കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും സമൂഹത്തിലും ഉത്തമ ക്രിസ്ത്യാനിയെ നിലകൊള്ളുവാൻ എപ്രകാരം സാധിക്കുന്നു? ചോദ്യം 7. ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നിങ്ങൾ സ്വായത്തമാക്കിയ പ്രധാനപ്പെട്ട ക്രൈസ്തവ വീക്ഷണങ്ങൾ ഏതൊക്കെ? കാറ്റഗിസം ക്ലാസ്സുകളിൽ നിന്നും വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്താനുള്ള ബോധ്യങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ പ്രാപ്തരായോ? പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനകളും ആശംസകളും. ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ നയിക്കട്ടെ. താങ്ക് യു.